ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം 22 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ അത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ഇന്ത്യക്ക് ഒരു ദിവസം ആവശ്യമായത് ഏകദേശം 55 ലക്ഷം സിലിണ്ടർ ഗ്യാസുകളാണ്. അതിൻ്റെ 42% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ബാക്കി മുഴുവനും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഭൂരിഭാഗവും ഇറാൻ്റെ അധീനതയിലുള്ള ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കൊണ്ടുവരുന്നത്. ഈ യുദ്ധം അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അത് ഇറക്കുമതിയെ ബാധിക്കും. അത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗതിയെയും ബാധിക്കുക തന്നെ ചെയ്യും. വളരെ ഈസിയായി മനസ്സിലാക്കാൻ നമുക്ക് സാധാരണയായി 100 സിലിണ്ടർ ഗ്യാസുകളാണ് ആവശ്യമെങ്കിൽ അതിൽ 42 എണ്ണമാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 43 എണ്ണം ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കൊണ്ടുവരുന്നത്. 15 എണ്ണം ചെങ്കടൽ വഴിയും മറ്റ് കടൽ മാർഗങ്ങളിലൂടെയുമാണ് കൊണ്ടുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുവരുന്ന 43 എണ്ണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായതിൻ്റെ പകുതിയോളം വരും. അത് നിന്നാൽ തീർച്ചയായും അത് ഇന്ത്യയുടെ പല മേഖലകളെയും ഉടനടി ബാധിക്കുന്നതായിരിക്കും. 43 എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായതിൻ്റെ പകുതിയോളം വരും. പാചകവാതം അടുക്കളയിലെ പാചകത്തിന് മാത്രമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ, കൃഷിസ്ഥലങ്ങളിൽ, ഇൻഡസ്ട്രിയലുകളിൽ, മറ്റ് ഹോസ്പിറ്റലുകളിൽ, മറ്റു പല മേഖലകളിലും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. അതിൻ്റെ ഇറക്കുമതി നിൽക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗതിയെ അതിവേഗം നിശ്ചലമാക്കുന്നത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ വെടിവെച്ചുകൾ എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.